ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബലരാമൻ ബാലഗോപാലിനെയും സുമിത്രയും തോക്കിൻ മുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ എല്ലാത്തിനും പുറകിൽ? സത്യം പറ, നിങ്ങളെ അച്ഛ എന്നും അമ്മ എന്നും ഞാൻ വിളിച്ചുപോയി. അതുകൊണ്ടാണ് ഇത്രയും കാലം ക്ഷമിച്ചു നിന്നത്. എന്റെ ക്ഷമയൊരു കഴിവുകേടായിട്ട് നിങ്ങൾ കാണരുത്. എന്റെ സ്വഭാവം മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കുക. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയുക, എന്നെയും എന്റെ കുടുംബത്തിനും എതിരെ ഒരു ചെറു വിരലെങ്കിലും അനക്കിയ തീർത്ത് കളയും ഞാൻ രണ്ടിനെയും. എന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ നിങ്ങൾ എന്നെ ഒരു ചാവേറാക്കാൻ നോക്കി. പക്ഷേ ഇപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ചാകാൻ നിൽക്കുക. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വന്ന നമ്മൾ 3 പേരിൽ ഒരാളുടെ അവസാനമായിരിക്കും. ഇത്രയും ബലരാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അങ്ങോട്ട് പറയുകയാണ്, എങ്കിൽ പിന്നെ ബലരാമ, നീ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഞങ്ങളെ തീർത്തേക്ക്. എന്നാൽ സുമിത്രയുടെ പ്ലാൻ ഒരു നിമിഷം പാളിപ്പോയി. സുമിത്രയുടെ നെറ്റിക്ക് നേരെ തോക്ക് വെച്ചിട്ട് ബലരാമൻ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ തന്നെ കൊല്ലട്ടെ? ബാലഗോപാൽ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. സുമിത്രയുടെ അടവുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ബലരാമൻ പറയുകയാണ്, അപ്പോൾ ഇങ്ങോട്ട് കൊല്ലാൻ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ച് പോകുമെന്ന് കരുതിയോ നിങ്ങൾ? അതൊക്കെ പണ്ട്. ഇതിപ്പോ നിങ്ങളെ അടിമുടി മനസ്സിലാക്കിയ പുതിയ ബലരാമന. വേണമെങ്കിലേ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ തീർക്കും. അത് നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ച് തോക്കും ചൂണ്ടിക്കൊണ്ട് അലറുകയാണ് ബലരാമൻ സുമിത്രയ്ക്ക് നേരെ. തുടർന്ന് ഇനി നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വരുത്തരുതെന്നൊരു വാണിംഗ് കൂടെ കൊടുത്തിട്ടാണ് ബലരാമൻ സ്ഥലം വിടുന്നത്. ബലരാമൻ പോയപ്പോഴേക്കും സുമിത്ര വന്നിട്ട് ബാലഗോപാലോടായിട്ട് പറയാം, ബാലു, ഇനി അവധി കൊടുക്കാൻ പാടില്ല. ഇന്ന് അവനിപ്പോ നമ്മുടെ നേർക്ക് തോക്ക് ചൂണ്ടിയതേ ഉള്ളൂ. നാളെ അവൻ അത് പൊട്ടിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പ് അവന്റെ കഥ കഴിയണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് സുമിത്രയും ബാലഗോപാലും. അതിനുശേഷം അനിരുദ്ധ വരുണിനോടും മാനസയോടും ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഞായറാഴ്ച കൃഷ്ണനെ കൊടുക്കാൻ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് അതെനിക്ക് വ്യക്തമായിട്ട് അറിയണമെന്ന്. കാര്യം കൃത്യമായിട്ട് നടന്നാൽ പോരെ അനിരുദ്ധ സർ, എന്താ എങ്ങനെയാന്നൊക്കെ അറിയേണ്ട കാര്യമുണ്ടെന്ന് മാനസ ചോദിക്കുമ്പോൾ അറിയണമെന്ന് തന്നെ നിർബന്ധം പിടിക്കുകയാണ് അനിരുദ്ധ. കാരണം ഞാൻ ഇപ്പൊ തന്നെ ACP ദക്ഷയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുക. ഫംഗ്ഷന് മിക്കവാറും കൺമണി അവരെയും വിളിക്കും. അതുകൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ പൊളിഞ്ഞാൽ എന്റെ ജോലി അങ്ങോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് കാര്യം അറിഞ്ഞു പറ്റൂ. അതേസമയം വരുൺ അനിരുദ്ധിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്, എന്റെ അനിരുദ്ധ ജോലി പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വെക്കിയേ. ജോലി ഇല്ലെങ്കിലും ഒക്കെ ജീവിക്കാം. ഇപ്പോ എനിക്ക് വല്ല ജോലി ഉണ്ടായിട്ടാണോ? ഞാൻ ജീവിക്കുന്നില്ലേ? പിന്നെ മാനസ സംശയിക്കേണ്ട, ഇത്തവണത്തെ പ്ലാൻ മാനസ വിജയിപ്പിച്ചിരിക്കും. അങ്ങനെ തന്നെ ഉറപ്പ് കൊടുക്കുകയാണ് അനിരുദ്ധിന്. വീണ്ടും കൺമണി ഓഫീസിലേക്ക് പോകുമ്പോൾ വിശ്വേട്ടൻ കൺമണി പോകുന്നത് കണ്ടിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് പരിക്ക് പറ്റി പോയിട്ട് പടം വരച്ച സമ്മാനമൊക്കെ നേടിയ കൺമണിയെ വിശ്വേട്ടൻ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ കൺമണിയും വിശ്വേട്ടനോട് നന്ദി പറയുന്നുണ്ട് എല്ലാത്തിനും. അന്ന് വിശ്വേട്ടൻ കൃത്യമായിട്ട് എന്നെ അരികിൽ എത്തിച്ചതുകൊണ്ടാണ് എനിക്കത് വരയ്ക്കാൻ സാധിച്ചത്. ഇപ്പൊ അപകടം വരുമ്പോഴും അപ്പോഴൊക്കെ വിശ്വേട്ടൻ എങ്ങനെയാ എത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വിഘ്നേശ്വരൻ എത്തിക്കുന്നതാ മോളെ. ഇങ്ങനെയാണ് വിശ്വേട്ടന്റെ മറുപടി. അതേസമയം മാനസ തന്റെ പ്ലാനിങ് എല്ലാം അനിരുദ്ധിന് വിവരിച്ചു കൊടുക്കുകയാണ്. അന്ന് ആ ഫംഗ്ഷന് ഞാൻ കൃഷിന്റെ വീട്ടിലെത്തുമ്പോൾ കൃഷിന്റെ വീട്ടുകാരെല്ലാവരും ഒന്ന് ഞെട്ടും. ഞാൻ കൃഷിന്റെ മുമ്പിൽ ചെന്ന് അവനെ ഒന്ന് ഹഗ് ചെയ്യും. അപ്പോ ഡ്രഗ്സ് പോക്കറ്റിൽ കൃത്യമായിട്ട് ഞാൻ വെക്കും. അതേസമയം മാനസ കൃഷിന്റെ പോക്കറ്റിൽ ഡ്രഗ്സ് ഇട്ട വിവരം കൃത്യസമയത്ത് തന്നെ ഞാൻ അനിരുദ്ധിനെ വിളിച്ചറിയിക്കും. പുറത്ത് കാത്തു നിൽക്കുന്ന അനിരുദ്ധ് സാറായിട്ട് അവിടെ ഡ്രഗ്സ് പാർട്ടി നടക്കുന്നു എന്നുള്ളൊരു വിവരം കിട്ടിയെന്ന് പറഞ്ഞ് റെയ്ഡ് അങ്ങോട്ട് നടത്തും. വരുൺ അത് പറഞ്ഞപ്പോ അനിരുദ്ധ് സംശയത്തോട് ചോദിക്കുന്നുണ്ട്, വരുൺ അവിടെ എങ്ങനെ എത്തുമെന്ന്. ഞാൻ അവിടെ ഉണ്ടാകും, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ അവിടെ കാണും. വരുണിന്റെയും മാനസയുടെയും ഈ പ്ലാനിങ് എല്ലാം കേട്ട് അനിരുദ്ധ് പറയുന്നുണ്ട്, ഐഡിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം. പിന്നെ ഒരു കാര്യം, എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ടീമിൽ ചേരുന്നത്. ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. വരുണിന്റെ എൻട്രി ഒഴിച്ച് ബാക്കിയൊന്നും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞപ്പോ വരുണിന് അത് കേട്ട് ദേഷ്യം വരികയാണ്. അനിരുദ്ധിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട്, എന്റെ എൻട്രിക്ക് എന്താടാ കുഴപ്പം? കുറെ ആയിട്ട് ഞാൻ ക്ഷമിക്കുക, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നതെന്നുള്ളൊരു ഡയലോഗ് നമ്മുടെ മനസ്സങ്ങോട്ട് മടുപ്പിക്കുക. എന്താ ഇതെന്നൊക്കെ ചോദിച്ച അനിരുദ്ധിനോട് ഇതിനിടയ്ക്ക് ദേഷ്യപ്പെടുകയാണ് കേട്ടോ വരുൺ. അനിരുദ്ധ് ആണെങ്കിൽ തിരിച്ച് പ്രതികരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വീണ്ടും വഴക്കാന്ന് കാണുമ്പോൾ മാനസ ഇവരുടെ വഴക്ക് അവസാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വരുണിനെ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അവര് 3 പേരും നിൽക്കുന്ന ഈ സ്പോട്ടിന്റെ നേരെ തന്നെയാണ് കൺമണിയും വിശ്വേട്ടനും നിന്ന് സംസാരിക്കുന്നത്. ബഹളം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കൺമണിയും വിശ്വേട്ടനും കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധും വരുണും തമ്മിൽ കടിപിടി കൂടുന്നതാണ്. കൂടെ മാനസയും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും കൺമണിക്ക് ഉറപ്പാവുകയാണ് ഇത് അടുത്ത ഏതോ പണിക്കുള്ള പ്ലാനിങ് ആണെന്ന്. ഏതായാലും മാനസ വരുണിന്റെയും അനിരുദ്ധിന്റെയും വഴക്കെല്ലാം അവസാനിപ്പിച്ച് അവരെ കൊണ്ട് പരസ്പരം കൈ കൊടുപ്പിക്കുന്നതും അപ്പൊ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്നൊക്കെ പറഞ്ഞു പോകുന്നതും എല്ലാം നമ്മുടെ കൺമണി നോക്കി നിൽക്കുകയാണ്. അനിരുദ്ധും പിന്നെ എല്ലാം പോട്ടടാ എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുത്ത് വരുണിന് കൈ കൊടുത്ത് പോകുന്നുണ്ട്. പിന്നാലെ വരുണും അവിടെ വന്ന് പോകും. കൺമണി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവരൊട്ട് അറിഞ്ഞതുമില്ല. പിന്നീട് സാഗർ ആന്റിയമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബലരാമനെ വെറുതെയാണ് തെറ്റിദ്ധരിച്ചതെന്നും അവനോട് ആ കാര്യങ്ങളെല്ലാം തുറന്നു ചോദിച്ചതിൽ പശ്ചാത്താപവും പ്രകടിപ്പിക്കുകയാണ് സാഗർ. ആന്റിയമ്മ അപ്പൊ ചോദിക്കുന്നുണ്ട് പിന്നെയും, അപ്പൊ ആ വോയിസോ പിന്നെ ആ ഫോട്ടോസോ? സാഗർ അപ്പൊ പറഞ്ഞു കൊടുക്കും, ശബ്ദം പൂർണ്ണമായിട്ടും വ്യാജമാണ്, പക്ഷെ ഫോട്ടോസ്
അവന്റെ തന്നെയാണെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പണ്ടെന്നോ സംഭവിച്ചതായിരുന്നു അത്. ബലരാമന്റെ പഴയ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാമല്ലോ. അവൻ തെറ്റായ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അത് പക്ഷെ അവന്റെ തെറ്റല്ല. ആ ബാലഗോപാലും സുമിത്രയും കൂടെ അവനെ മറ്റൊരാളാക്കി മാറ്റുകയായിരുന്നു. അവന്റെ ഉള്ളിലെ നന്മയാണ് പക്ഷെ അവനെ കൊണ്ട് എല്ലാം ഇപ്പോൾ തുറന്നു പറയിപ്പിച്ചത്. അതുകൊണ്ട് അവനെ വിളിച്ച് നമുക്ക് സമാധാനിപ്പിക്കണം. മാത്രമല്ല ഫംഗ്ഷൻ ഉറപ്പായിട്ട് വരണമെന്നും കൂടെ അവനോട് ആവശ്യപ്പെടണം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ് സുജാതയും സാഗറും കൂടിയിട്ട്. എന്നാൽ ആന്റിയമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ബലരാമനെ മാത്രമാക്കണ്ട, നാട്ടുകാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചു അനുമോദന സമ്മേളനത്തിന്. ഇത് കേട്ട ആന്റിയമ്മയോട് കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് സാഗർ. അപ്പൊ ആന്റിയമ്മ പറയും, അയ്യോ ഞാനല്ലല്ലോ കളിയാക്കുന്നത്, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെയല്ലേ ഇങ്ങോട്ട് കളിയാക്കുന്നത്. ഇത്രയും കാലം എന്റെ കൂടെ നിന്ന് ഈ സുജ വരെ എന്നെ കളിയാക്കുകയല്ലേ ചെയ്തത്. ഇതൊക്കെ കേട്ട് സുജാതയ്ക്ക് വിഷമാവുന്നുണ്ട്. സുജാത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആന്റിയമ്മയെ. ഏറ്റവും സന്തോഷമുള്ള ഒരു അവസരമല്ലേ ഇതെന്നും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. കൃഷിന്റെ ജീവിതമാണ്, ചേച്ചിയമ്മ തന്നെ വേണം എല്ലാത്തിലും മുന്നിൽ നിൽക്കാനെന്നും പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മുന്നിൽ നിൽക്കുമായിരുന്നു. അതെപ്പോഴാ ഞാനും കൂടെ തീരുമാനിച്ച ആളിനെ കൃഷി വിവാഹം ചെയ്തിരുന്നെങ്കിൽ. ഇതിപ്പോ എവിടെയാ കിടക്കുന്ന അവളെയൊക്കെ പിടിച്ച് അത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ സാഗർ ചേച്ചിയമ്മയെന്ന് കടുപ്പത്തിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കാര്യം എന്റെ ചേച്ചിയൊക്കെ തന്നെയാണ് നിങ്ങൾ, പക്ഷെ ഒരാളെ അവഹേളിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. എവിടെയോ കിടന്നവളെന്നോ, കൺമണിക്കൊരു വീടുണ്ട്, വിലാസമുണ്ട്, വീട്ടുകാരുമുണ്ട്. തുടർന്ന് സുജാതയും പറയുന്നുണ്ട്, അവൾ എവിടെയോ കിടന്നവള് തന്നെ ആയിക്കോട്ടെ, ദരിദ്ര ചുറ്റുപാടിലും ആയിക്കോട്ടെ, പക്ഷെ മനസ്സുകൊണ്ടേ അവള് കോടീശ്വരിയ, കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. നമുക്കൊന്നും അവളുടെ അടുത്ത് നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ല. ചതിയോ വഞ്ചനയോ ഒന്നും അവളുടെ മനസ്സിലേ ഇല്ല. കൺമണിക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് തന്നെ കുറ്റം പറയുന്നതോടെ കേൾക്കുമ്പോൾ ആര്യമ്മ ദേഷ്യത്തോടെ അമർഷത്തോടെയും കൂടെ പറയുകയാണ്, ഓ അപ്പൊ അവളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് നൊന്തു അല്ലേ. ഇത്രയല്ല, ഇതിലും നോവുമെന്നാണ് സുജാതയുടെ നല്ല മറുപടി. അവളെന്റെ മരുമകളാ, അല്ല മകളാ. കുറെ കാലമായി അവളെ കുത്തി കുത്തി പറയുന്നത് ഞാൻ കേൾക്കുന്നു. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോയതാ എന്നൊക്കെ ആന്റിയമ്മയുടെ മുഖത്തടിച്ച പോലെ തന്നെ പറയുന്നുണ്ട് സുജാത. ആന്റിയമ്മ ഇപ്പൊ പറയുന്നുണ്ട്, ശരി ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ കൺമണിയായി. ഇങ്ങനെയും പറഞ്ഞ് ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുന്ന ആന്റിയമ്മയോട് പിണങ്ങി പോവല്ലേ എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുകയാണ് സാഗർ. ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങിനും ആന്റിയമ്മ കൂടെ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയുമ്പോൾ സുജാതയും കുറച്ചു തൊട്ടു മുമ്പ് ആന്റിയമ്മയോട് കടുപ്പമേറിയ വാക്കുകൾ പ്രയോഗിച്ചതിൽ ക്ഷമാപണവും നടത്തുമ്പോൾ ആന്റിയമ്മയുടെ മനസ്സ് പിന്നെ ഒന്ന് അലിയുന്നുണ്ട്. ശരി, ഈ ചടങ്ങിന് ഞാൻ നിൽക്കാം, പക്ഷെ പൂർണ്ണ തൃപ്തിയോടെ ആയിരിക്കില്ല ഞാനിവിടെ നിൽക്കുന്നത്. അവസരത്തിനൊത്ത് നിറം മാറാൻ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, മാനസയാണ് ഈ വീട്ടിൽ വേണ്ടിയിരുന്നത്. അങ്ങനെയും പറഞ്ഞിട്ട് പോവുകയാണ് ആന്റിയമ്മ. ആന്റിയമ്മ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് സാഗറിനും സുജാതയ്ക്കും ആണെങ്കിലും നിരാശയും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കൺമണി ദേവ്ജിയോട് മാനസയും വരുണും അനിരുദ്ധും കൂടെ എന്തോ പണി തരാനുള്ള ചർച്ചയിലാണെന്ന് അറിയിക്കുന്നതും ദേവ്ജിക്കും തോന്നിപ്പോവുകയാണ് ഈ ഞായറാഴ്ച തന്നെയായിരിക്കും മാനസ പണി തരാൻ പോകുന്നത്. അനിരുദ്ധും വരുണും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പിക്കാം അതൊരു വലിയ പണി തന്നെയായിരിക്കും. വലിയ മുൻകരുതലുകൾ തന്നെ നമ്മൾ ഇനി എടുക്കേണ്ടി വരും. കൃഷ് സാറിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് കൺമണി അറിയിക്കുന്നതും തൽക്കാലം കൃഷ്ണനോടൊന്നും പറയാതിരിക്കുന്നതാണ് കൺമണി നല്ലത്. പറഞ്ഞാൽ അവനെ എടുത്തുചാടി പ്രശ്നങ്ങളുണ്ടാക്കും. ജയമോഹൻ ഇപ്പോ അനുകൂലമായി നിൽക്കുന്ന സന്ദർഭമല്ലേ. മാനസക്കെതിരെ നീക്കം നടത്തിയാൽ ആ പ്രശ്നം കൊണ്ട് ജയമോഹൻ ശത്രു ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം കൺമണി തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. മൂന്നുപേരും എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് അത് എന്ത് എങ്ങനെയെന്ന് അറിയാത്തിടത്തോളം കാലം കാര്യങ്ങൾ നമ്മൾ തന്നെ നിരീക്ഷിച്ചാൽ മതി. ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളല്ലേ കൺമണി. അന്ന് ആശുപത്രിയിൽ സാഗറിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതൊക്കെ കൃത്യമായിട്ട് പൊളിച്ചെടുക്കിയില്ലേ. അതുകൊണ്ട് ഈ പ്രശ്നത്തിനെയും കൺമണിക്ക് ബുദ്ധിപൂർവ്വമായി തന്നെ നേരിടാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ദേവ്ജി കൊടുക്കുകയാണ് കൺമണിക്ക്. കൺമണിയുടെ നിരീക്ഷണം വെച്ച് കൺമണി പറയുന്നത്, ചടങ്ങ് നടക്കുന്ന ദിവസം മാനസ അവിടേക്ക് എത്താൻ സാധ്യതയില്ല, കാരണം ജയമോഹൻ സാർ അതിന് സമ്മതിക്കാൻ പോകുന്നില്ലെന്ന്. എന്നാൽ ദേവ്ജിക്ക് അത് അത്ര അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. കാരണം മാനസയുടെ കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അവൾ സ്വീകരണ ദിവസം കൃഷിന്റെ വീട്ടിലേക്ക് വന്നാൽ അവളെ നിരീക്ഷിച്ച് തന്നെ കൺമണി കൂടെ ഉണ്ടാവണം. കൺമണിയും നല്ല വാശിയിൽ തന്നെയാണ്. അന്നെങ്ങാനും അവൾ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ അവളുടെ അവസാനമായിരിക്കും എന്നൊക്കെ കൺമണി തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് സാഗർ ബലരാമനെ വിളിക്കുകയാണ്. സുജാതയ്ക്ക് കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഫോൺ സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത്. സാഗർ ആദ്യമേ തന്നെ എന്തു പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണമെന്ന് സാഗറും സുജാതയും കൂടെ ഒരേ സ്വരത്തിൽ ബലരാമനോട് ആവശ്യപ്പെടുമ്പോൾ ബലരാമൻ പറയുന്നത്, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാപ്പ് ചോദിക്കേണ്ട ആൾ ഞാനാ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു കരിനിഴൽ പോലെ ഞാൻ വരാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഞാൻ കാരണമല്ലേ ഇല്ലാതായത്. മാത്രമല്ല നിങ്ങളൊക്കെ പേടിക്കുന്നവരിൽ ഒരാളുമായി. അതുകൊണ്ട് എല്ലാത്തിനും മാപ്പ് ഞാൻ അങ്ങോട്ട് ചോദിക്കുക. ബലരാമന്റെ വാക്കുകൾ സുജാതയും സാഗറിനെയും വിഷമിപ്പിക്കുന്നുണ്ട്. സുജാത പറയുന്നുണ്ട്, മോനെ നീ ഈ രീതിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അമ്മയച്ഛനും അടുത്ത നിമിഷം അങ്ങോട്ട് വരും. മോനെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ഞങ്ങൾ നിന്നോട് കാണിച്ചത് നെറുകേട് തന്നെയാ, അത് സമ്മതിക്കുന്നു. ഇത് കേൾക്കുന്ന ബലരാമനും പറയുന്നുണ്ട്, അച്ഛന്റെ അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനും എല്ലാം
മറക്കാം. എല്ലാം പോട്ടേന്ന് തന്നെ സാഗറിനെയും സുജാതയെയും സന്തോഷിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ബലരാമൻ. സുജാതയ്ക്ക് ആണെങ്കിലും പിന്നെ ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നു. പിന്നീട് അവരെ ഞായറാഴ്ചത്തെ ഫംഗ്ഷനെ കുറിച്ചും പറയുകയാണ്. എപ്പോഴാണ് നീ ഫംഗ്ഷൻ എത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വരാമെന്ന് തന്നെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ബലരാമൻ. മോനും കൃപയും കൂടെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് സുജ പ്രത്യേകം പറഞ്ഞപ്പോൾ അതിനും സമ്മതിക്കുന്നുണ്ട് ബലരാമൻ. അങ്ങനെ ചെയ്യാമെന്ന് തന്നെ പറയുന്നു. പിന്നെ ഞങ്ങൾ ഗസ്റ്റുകളെയൊക്കെ വിളിച്ചു തുടങ്ങി. മോൻ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളാനും സാഗർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ ആരെയും വിളിക്കാനൊന്നുമില്ല. ഭാഗ്യശ്രീ മാത്രമേ ഉള്ളൂ. അവള് മാത്രമല്ലേ ഇപ്പൊ എന്റെ കൂടെ ഉള്ളൂ. അത് കേട്ട് സുജാത എങ്കിൽ പിന്നെ നീ നേരത്തെ തന്നെ ഭാഗ്യശ്രീയും കൂട്ടി ഇങ്ങ് എത്തണേന്ന് പറഞ്ഞപ്പോ ശരിയെന്ന് പറയുന്നുണ്ട് ബലരാമൻ. അവസാനമായിട്ട് സുജാത വീണ്ടും ചോദിക്കുന്നുണ്ട്, നിന്റെ വിഷമമൊക്കെ മാറിയോ എന്ന്. മാറിയെന്നും എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായെന്നുമാണ് ബലരാമന്റെ മറുപടി. അപ്പൊ പിന്നെ നമുക്ക് ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സാഗർ. ബലരാമൻ അങ്ങനെ സാഗറിനോടും സുജാതയോടും സംസാരിച്ച് കാറിൽ കയറാൻ തുടങ്ങുന്നതും പെട്ടെന്നാണ് രണ്ട് ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്നവന്മാര് വന്നിട്ട് ബലരാമന്റെ മേലെ മനഃപൂർവ്വം മുട്ടി ബലരാമനെ കാറിലേക്ക് വീഴ്ത്തുന്നത്. എന്നാൽ ബലരാമനാണ് അവരുടെ ദേഹത്ത് മുട്ടിയതെന്ന് പറഞ്ഞ് അവര് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ബലരാമൻ അവരോട് സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരത് പിന്നീട് വലിയൊരു പ്രശ്നമാക്കാൻ നോക്കുകയാണ്. ബലരാമനെ ഫിസിക്കലി അറ്റാക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ബലരാമൻ തിരിച്ചു പ്രതികരിക്കുന്നു വന്നപ്പോ അതിലൊരാൾ കത്തിയൊക്കെ എടുത്ത് കാണിച്ച് വരട്ടാൻ നോക്കുകയാണ്. ബലരാമൻ ആവുന്നത്ര ചെറുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ബലരാമനും അവന്മാരും തമ്മിലുള്ള മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യശ്രീ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. ഭാഗ്യശ്രീക്ക് ആകെ പേടിയാവുന്നു. ഉടനെ തന്നെ പോയി ആ കത്തി കാണിച്ചു നിൽക്കുന്ന ആളെ തള്ളി മാറ്റുന്നൊക്കെയുണ്ട് ഭാഗ്യശ്രീ. അവന്മാരാണെങ്കിൽ ദേഷ്യത്തോടെ ബലരാമനെ നിന്നെ ഞങ്ങൾ ഒരിക്കൽ തീർക്കോടാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ടാണ് പോകുന്നത്. ബലരാമൻ പിന്നെയും അവന്മാരോട് ഫൈറ്റ് ചെയ്യാനൊക്കെ പോകാൻ തുടങ്ങുന്നതും ഭാഗ്യശ്രീ ബലരാമനെ തടയുന്നുണ്ട്. എന്നിട്ട് സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. ഇതിന്റെ ഒക്കെ പുറകിൽ അമ്മ തന്നെയായിരിക്കും. ആശുപത്രിയിൽ വെച്ച് അമ്മ പറഞ്ഞതാ ഏട്ടനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും അമ്മ പുറകെ വരുമെന്ന്. അത് കേട്ട് ബലരാമനും പറയുകയാണ്, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനിവിടെ നിന്നാ അത് നിന്റെ ജീവൻ കൂടെ അപകടത്തിലാക്കും. ഞാൻ കാരണം നിനക്കൊരാപത്തും വരാൻ പാടില്ല. നിന്റെ കാര്യം തന്നെയാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാന്ന് പറയുകയാണ് കേട്ടോ ബലരാമൻ. ബലരാമൻ പോയി കഴിഞ്ഞ് ഭാഗ്യശ്രീ സുമിത്രയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഭാഗ്യശ്രീയെ കണ്ട് സുമിത്ര സന്തോഷത്തോടു കൂടി തന്നെ എന്റെ പൊന്നുമോളി ഈ അമ്മയെ കാണാൻ വന്നതാണോ, മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട്, ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ മതിയായില്ല അല്ലേ? എന്നോട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ആയിക്കോ, പക്ഷേ എന്റെ ഏട്ടനെ നിങ്ങൾ വെറുതെ വിടണം. ഭാഗ്യശ്രീയുടെ വാക്കുകൾ കേട്ട് സുമിത്ര പറയുന്നത് ഇങ്ങനെയാണ് തിരിച്ച്, ബലരാമനെ ഞങ്ങൾ വെറുതെ വിടണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ വേണം, നീ ഇവിടെ നിൽക്കണം. എന്നാൽ ഭാഗ്യശ്രീക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ ബലരാമനിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ സുമിത്ര ബലരാമനെ ഇല്ലാതാക്കുമെന്ന്. അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ അതേടി അവനെ തീർക്കും. നീ ആരാ ചോദിക്കാൻ, എന്റെ ആരാവൻ? അപ്പൊ നല്ല ചുട്ട മറുപടി തന്നെ ഭാഗ്യശ്രീ കൊടുക്കുന്നുണ്ട് സുമിത്രയ്ക്ക്. രാമേട്ടൻ ആരാണെന്നോ? എന്റെ കൂടപ്പിറപ്പ്. സുമിത്രയും വിട്ടുകൊടുക്കുന്നില്ല. എങ്കിൽ പിന്നെ നിന്റെ ആ കൂടപ്പിറപ്പ് ഉടനെ തന്നെ അവസാനിക്കുമെന്ന് നീ അങ്ങ് കരുതിക്കോന്ന് പറയുന്നതും സുമിത്രയോടുള്ള ദേഷ്യത്തിൽ സർവ്വ നിയന്ത്രണവും വിട്ട ഭാഗ്യശ്രീ ഉടനെ തന്നെ അവിടെയുള്ള ഫ്ലവർ വാസ് എടുത്ത് സുമിത്രയുടെ തലവണ്ട അടിച്ച് പൊട്ടിക്കാൻ ഒരുങ്ങുന്നതും ഇടിയെന്ന് വിളിച്ച് അലറിക്കൊണ്ട് ബാലഗോപാൽ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി നമ്മുടെ ഭാഗ്യശ്രീയെ അടിച്ചു വീഴ്ത്തുകയാണ് ബെഡിലേക്ക്. എന്നിട്ട് ഭാഗ്യശ്രീയോടായിട്ട് പറയുന്നുണ്ട് ബാലഗോപാല്, നിന്നോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല, നീ ഞങ്ങളുടെ ചോരയാ, ഞങ്ങളുടെ കൂടെ വേണം നീ നിൽക്കാനെന്ന്. അപ്പോഴേക്കും ഭാഗ്യശ്രീ എണീറ്റ് നിന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ കൂടെ ഞാൻ നിന്നിട്ട് എന്തിനാ? രാമേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇല്ലാതാക്കാനല്ലേ? എന്നാലേ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഏട്ടനെ സേഫ് ആക്കിയിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. സാഗർ സാറിന്റെ വീട്ടിലെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഏട്ടൻ തിരിച്ച് ദുബായിലേക്ക് പോകും. ഇതും പറഞ്ഞ് വാശിയോടെ പോകാൻ നോക്കുന്ന ഭാഗ്യശ്രീയെ ബാലഗോപാൽ തടയുകയാണ്. എന്നിട്ട് വെല്ലുവിളിയോടെ പറയുകയാണ്, അവൻ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. രാമനെ അങ്ങ് രക്ഷിച്ചു കളയുന്നൊക്കെ നിന്റെ വെറും തോന്നല. 2 സാമ്പിളുകൾ കിട്ടിയത് നീ അറിഞ്ഞില്ലേ? കഴിഞ്ഞ രാത്രി വീട്ടിൽ വെച്ചും പിന്നെ ഇന്ന് റോഡിൽ വെച്ചും. ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് അവൻ തീരുമാനെന്നുള്ളതിന്റെ വെറും മുന്നറിയിപ്പ് മാത്രമാണെന്ന്. അതുകൊണ്ട് അതിമോഹം അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീ തിരിച്ചു പറയുന്നുണ്ട്, അതിമോഹം നിങ്ങൾക്കാണെന്ന്. നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല, തടയാൻ ഞാനുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ടാണ് ഭാഗ്യശ്രീ പോകുന്നത്. ഭാഗ്യശ്രീ പോയി കഴിഞ്ഞ് സുമിത്ര ബാലുവിനോട് പറയുന്നുണ്ട്, ഇവള് കാരണം തന്നെയായിരിക്കും ബലരാമന്റെ മരണം നേരത്തെ നടക്കാൻ പോകുന്നതെന്ന്. കൺമണിയാണെങ്കിൽ ചിന്തയിൽ തന്നെയാണ് വരുണിനെയും അനിരുദ്ധിനെയും മാനസിയെ ഒരുമിച്ച് കണ്ടത് അവരെന്തെങ്കിലും പണി തരാനുള്ള പ്ലാനിങ് ആയിട്ടായിരിക്കുമോ എന്നും, അതോ ഇനി എല്ലാം എന്റെ വെറുതെ തോന്നലാണോ എന്നും. കാര്യങ്ങളെല്ലാം കൃഷ് സാറിനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ പിന്നെ വേണ്ട, ദേവ് സാറ് പറഞ്ഞതുപോലെ കൃഷ് സാറ് പെട്ടെന്ന് എടുത്തിയാടും. അതുകൊണ്ട് ഈ വിഷയം ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഓഫീസിൽ നിന്ന് കൃഷ് സാറിനോട് പറയാതെ ഇറങ്ങി വന്നതുകൊണ്ട് കൃഷ് സാറിന് എന്തെങ്കിലും ഡൗട്ട് തോന്നുമോ? ഓഫീസിൽ വെച്ച് കണ്ടിരുന്നെങ്കിൽ സാറിന് എന്റെ ടെൻഷൻ മനസ്സിലാകുമായിരുന്നു, എനിക്കെല്ലാം പറയേണ്ടി വരുമായിരുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നടക്കുന്ന കൺമണിയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് കൺമണി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് കൺമണി മറുപടി കൊടുക്കുമ്പോൾ, കൺമണി ചെയ്തതേ ഒട്ടും ശരിയായില്ല. ഇന്ന് ഓഫീസിൽ കൃഷ് സാറിനോട് ഒന്നും പറയാതെ പോയില്ലേ, അത് സാറിന് വലിയ വിഷമമായിട്ടുണ്ട്. അല്ല, കൺമണിക്ക് സാറിനോട് ഇഷ്ടമൊന്നും ഇല്ലേ എന്ന് അയാൾ ചോദിക്കുന്നത് കേട്ടിട്ട് കൺമണി ആകെ പകച്ചു നോക്കുകയാണ് അയാളെ തന്നെ.